ഞാൻ ഉറങ്ങിയെങ്കിൽ എല്ലാം പോരാ. നമ്മളെ വീട്ടിൽ ഉമ്മാ തുക കിടക്കണമ്മാ നിങ്ങളെ മരുവരതും വെട്ടിയിട്ട് ആ വെട്ടോത്തി ഇന്നലെ വൈകിട്ട് രാത്രി പോലീസ് എനിക്ക് ക്യാൻസറാണ്. എന്തുണ്ട് എന്നെ കൊണ്ട് എന്നെ കൊച്ചുകളാണ്. നമസ്കാരം. ഇത് ചിറയൻകീഴ് ഡീസൻ്റ് മുക്ക് ഉള്ള സ്ഥലത്താണ്. ഇവിടെ എന്തിനാ റോബറി നടന്നു. അതും 2 സ്ത്രീകളുള്ളൊരു വീട്ടിൽ 2 സ്ത്രീകളും അവരുടെ മരുമകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും മരുമകനെ ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ ആ പറയുന്ന ഉമ്മയുടെ മാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു. നമ്മളൊക്കെ ഈ ഏരിയയിൽ നിന്നും ഇതിനെ കേട്ട് കേൾവിയുള്ള സംഭവമാണ് ഇത് നടന്നത്. വളരെ ആസൂത്രിതമായൊരു സംഭവമാണ്. നമസ്കാരം. ഇതാണ് റോബറി നടന്ന വീട്. ഇവിടെ ഇദ്ദേഹം ഈ പറയുന്ന വണ്ടിയുടെ ഓണർ എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് എണ്ണിച്ചിട്ട് ഈ വണ്ടിയൊക്കെ വൃത്തിയാക്കിയ ശേഷം അദ്ദേഹം ആലങ്കോട് പോയിട്ട് മീനെടുക്കുന്ന ഒരു ആഴ്ചയാണ്. ഇദ്ദേഹം രാവിലെ ഈ 2 മണിക്ക് എണിക്കുമെന്നും പുറത്തായിരിക്കുമെന്നും അറിയാമെന്നുള്ള ആരോ ആയിരിക്കും ഇത് ചെയ്തത്. ഇവിടെയൊക്കെ ബ്ലഡുണ്ട്. വെട്ടി ഇദ്ദേഹത്തിന് ഇവിടെയാണ് ഇട്ടിരുന്നത്. അതിനുശേഷമാണ് ഇവർ വെട്ടോത്തിയുമായി ഇതിനകത്ത് കയറി ആ ഉമ്മയുടെ മാല വലിച്ചു പൊട്ടിച്ചത്. ഒരു പക്ഷേ ഉമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കാശ് 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ വളരെ ക്രൂരമായ രീതിയിൽ ഈ ഒരാളെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റ ഷാജി വൈഫുണ്ടോ? വൈഫിനുണ്ടോ? വൈഫിന് പരിക്കില്ല. വൈഫിന്റെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചുകൊണ്ട് അതേപോലെ വൈഫിന്റെ ഉമ്മാരെ കഴുത്തിൽ കിടന്ന മാലയും പൊട്ടിച്ച് 1 ലക്ഷം രൂപയും മേശയ്ക്കകത്തുനിന്ന് എടുത്ത് പിന്നെ അദ്ദേഹം മീൻ കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോകാൻ പറ്റിയിരുന്ന പൈസ 13,000 രൂപ ഉണ്ടായിരുന്നു. അതും കൊണ്ട് 1,30,000 രൂപ പോയില്ലേ? 1,30,000 മേശയ്ക്കകത്ത് 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതെടുത്തെന്ന് അതും എടുത്ത് അവരെ കഴുത്തിൽ കിടന്ന മാലയും പൊട്ടിച്ചു. ഇവർ 3 പേരുണ്ടായിരുന്നു. ഇവർ 3 പേരുണ്ടായിരുന്നു. അകത്ത് കയറിയ ആള് ഒരു വലത്തെ കൈയിൽ വെട്ടോത്തിയായിട്ടാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇടത്തെ കൈയിൽ വെട്ടോത്തി, ഇടത്തെ കൈ മാലയിലുമായിരുന്നു. എന്നിട്ട് വെട്ടോത്തി അവിടെ തറ ഇട്ടിട്ടാണ് ഇത് പൊട്ടിക്കുന്നത്. ആ വെട്ടോത്തി ഇന്നലെ വൈകിട്ട് രാത്രി പോലീസ് എടുത്തായിരുന്നു. ഒരു വെട്ടോത്തി അകത്തുണ്ടായിരുന്നു. അത് അവരെ കയ്യിൽ നിന്ന് തറ ഇട്ടിട്ട് മാല പൊട്ടിക്കുന്ന കൂട്ടത്തിൽ തറ വീണെടുത്തു. 3 പേരുണ്ടായിരുന്നു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. മറ്റേ 200 രൂപയ്ക്ക് കിട്ടുന്ന റെയിൻകോട്ട് കവറിന്റെ ആ റെയിൻകോട്ടായിരുന്നു ഇട്ടിരുന്നത്. ഇത് വണ്ടിയിലല്ല വന്നത്, ഇതുവഴിയാ വന്നല്ലേ? ഇതുവഴി നടന്നാണ് വന്നത്. നടന്നു വന്നു. അപ്പൊ ഈ ഏരിയയെ പറ്റി നന്നായിട്ട് അറിയാവുന്നതല്ലോ. ഈ ഏരിയയെ പറ്റി അറിയാവുന്ന സ്കെച്ച് കൊടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഏരിയയിലുള്ള ആൾക്കാർ ഈ റൂട്ട് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഇവിടെ കൂടെ ഒരു 2-3 തവണ നടന്നു പോയി ശീലമുള്ളവർക്കുണ്ടേ അത് പറ്റൂല. അല്ലാത്തവർക്ക് പറ്റൂല. ഈ മരക്കമ്പിന്റെ ഇടയിൽ കൂടെ ഒക്കെ ആ മതിൽ ചാടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴിയുള്ള മതിലാണ്, താഴ്ചയുള്ള മതിൽ. അത് ചാടി കിടന്നിട്ട് അവിടെ നിന്ന് ഇടത്തോട്ടും പോവാം വലത്തോട്ടും പോവാം. അതിനി എങ്ങോട്ടാണ് പോയെന്നുള്ളത് ഇനി അവിടെ ഒരു വീടുണ്ട്, അവിടുത്തെ CCTV എടുക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം സ്ഥിരമായിട്ട് 2 മണിക്ക് മീനെടുക്കാൻ വെച്ചിട്ട് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഒന്ന് ഗ്ലാസ് ഒക്കെ തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം പുള്ളി പോകുന്നത്. അത്രയും അറിയാന്നുള്ള വ്യക്തിയും തുറക്കണം. പുള്ളിയുടെ കാശല്ല ഉദ്ദേശം വന്നത്. പുള്ളിയുടെ മീനെടുക്കുന്ന 2,000-3,000 രൂപ പുള്ളി കൊണ്ടുപോകാറുള്ളൂ. അപ്പോഴും അതല്ല ഉദ്ദേശം, വീട്ടുകാരുടെ ഉദ്ദേശം മാത്രമാണ്. കൃത്യമായി കണ്ട പുള്ളി വണ്ടി കഴുകിക്കൊണ്ടിരുന്ന ആ കപ്പും ആ തുണിയും അതേപോലെ ഇരിക്കുന്നു. ആ സൈഡിൽ നോക്കിയാൽ കാണാം ബ്ലഡ്. ആ സൈഡിൽ വെച്ചാണ് ഇവിടെ വെച്ചാണ് പുള്ളിയെ ആക്രമിക്കുന്നത് ആദ്യമായി. ബ്ലഡ് ഉണ്ടല്ലേ? അതാണ്ട് ഇവിടെ വെച്ചാണ് ആക്രമിക്കുന്നത്. പുള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അത് ആ ഉമ്മ പറഞ്ഞത്. ഇതിൽ മൊത്തം ബ്ലഡാണ്. ഇത് അവിടെ നിന്ന് കറക്റ്റ് വാച്ച് ചെയ്യാൻ പറ്റും. ഇത് മോഷണ ഉദ്ദേശം മാത്രമല്ല, പണി കൊടുക്കാൻ കൂടി വന്നതാണല്ലേ? പുള്ളിക്ക് എത്ര വയസ്സുണ്ടാവും? വേറെ മക്കളൊന്നും ഇവിടെ ഇല്ലേ? അദ്ദേഹം മീൻ എടുത്തോണ്ട് വരും, നേരെ വരും, വീട്ടിൽ വന്നിടുന്നു. അല്ലാതെ വേറെ ആർക്കും ശല്യമുള്ള ആളൊന്നുമില്ല. ആക്രമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാര്യം പുള്ളി അകത്ത് കയറാൻ സമയത്ത് പിടിക്കുകയും ചെയ്ത് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവണല്ലോ. വെട്ടുകെട്ടി വണ്ടി ചാടികൾ കിടന്നതിന് ശേഷം ആദ്യം പോയ ആള് ആദ്യം വന്ന് പുള്ളി വെട്ടിക്കൊണ്ട് വണ്ടി അടിയിട്ട് കിടന്നു. 3 പേരുണ്ടായിരുന്നു. അതിൽ 2 പേര് പുറത്തുണ്ടായിരുന്നു, ഒരാൾ അകത്ത് കയറി. ഒരാളാണ് അകത്ത് കയറിയത്, 2 പേര് പുറത്തുണ്ടായിരുന്നു. ഒരാൾ ഈ ഭാഗത്ത് പതുങ്ങിയിരുന്നെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ നാട്ടിൽ ആദ്യ സംഭവം പ്രശ്നമുള്ളതല്ല. ഈ പരിസരത്ത് അങ്ങനെ ഒരു വിഷയമില്ല. ഇതിപ്പോ ആദ്യമായിട്ട് CCTV ഒക്കെ ഉണ്ടോ? CCTV അപ്പുറത്തുണ്ട്. ഇരിക്കില്ലെന്ന്
അതിൽ വ്യക്തമുണ്ട്. പക്ഷെ മുഖം അല്ലെങ്കിലും ആളെത്ര ഉണ്ട് എങ്ങനെയുണ്ട് എന്നല്ല തലയോട്ടി പൊട്ടലുണ്ട്. ഡോക്ടർ വന്നാലേ കറക്റ്റ് അറിയാൻ കഴിയുള്ളൂ. സീരിയസ് വല്ലതാണോ? സീരിയസ് ആയിട്ടൊന്നുമില്ല, ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. തലയോട്ടി പൊട്ടൽ വന്നതിൻ്റെ ഒരു ചെറിയ ഓർമ്മക്കുറവും പ്രശ്നങ്ങളൊക്കെ. പ്രസിഡന്റ്, ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കുമോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടക്കാൻ പാടില്ലാത്തതാണ്. എന്താ നമ്മുടെ നാടെന്ന് പറയുന്നത് വലിയ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു നാടാണ്, പ്രത്യേകിച്ച് ഈ ഏരിയ. ഇങ്ങനെ നടന്നതിൽ വളരെയധികം വിഷമമുണ്ട്. അത് മാത്രമല്ല, വ്യക്തമായിട്ട് അറിയാന്നുള്ള കാര്യമല്ലേ ഇദ്ദേഹം 2 മണിക്ക് എണീക്കും. അതെ, ക്യാഷ് ഉണ്ട്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2:30 മണിക്ക് പോകും എന്നറിയാവുന്ന ആരെങ്കിലും കാണുമായിരിക്കും. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇത്രയും ക്യാഷ് ഉണ്ടെന്ന് അറിയാവുന്നതായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഈ വഴി എങ്ങനെ മനസ്സിലാക്കുമ്പോൾ അപ്പുറത്തോടെ അവിടെ എവിടെ ദൂരെ വണ്ടി വെച്ചിട്ട് ചാടി വരികയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീടുകളിൽ നിന്ന് വന്നതായിരിക്കും. അടുത്ത CCTV എടുത്ത് നോക്കിയോ ആ ഭാഗത്ത്? പഞ്ചായത്തിന്റെ SP യുടെ പ്രത്യേക സ്ക്വാഡ് കൂടി അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണർന്ന് കണ്ണ് പെട്ടെന്ന് അങ്ങ് തുറന്നപ്പോൾ വെട്ടി കത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്നോ കള്ളമക്കളെ കള്ളമ്മോളെ എന്ന് വിളിച്ചപ്പോൾ രാവിലെ ഓടി എൻ്റെ മോളങ്ങണീറ്റ് മിണ്ടിപ്പോയത് മിണ്ടെന്ന് പറഞ്ഞ് കഴുത്തിലിഞ്ഞ് വെച്ചിട്ട് ഉടുപ്പോടെ കയറി അങ്ങ് പിടിച്ചവൻ. എനിക്ക് എന്തായാലും വേണോടാന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ ഞാൻ പിടിച്ച റിങ് മോതിരം അവൻ്റെ കയ്യിൽ കിടക്കുകയാണ്. ഒരു മോതിരം എന്തോ പൊട്ടിച്ച കൊളുത്തങ്ങളായി. അത് കണ്ടിട്ട് ആ കയ്യിരുന്ന വെട്ടിയാത്തി ഒരു എറിഞ്ഞുണ്ട് അവനങ്ങ് ഓടി. അപ്പം എൻ്റെ മോള് കൂടെ ഓടി വന്ന് ഇതൊക്കെ അടച്ച് ഏറാത്ത കഥവും അടച്ചിരുന്നപ്പോ മോൻ കിടക്കണ നമ്മള് ആള് കെട്ടി കിടക്കണ ഉമ്മാതുവാ കിടക്കണം. മങ്ങളെ മരുവനത് വെട്ടിയിട്ടെങ്കിലും കറുപോറുന്നത് സാറേ ഇവിടെ കളി മൊത്തം വിളിച്ചാറ് ഒരു മനുഷ്യൻ എണീച്ചിട്ടില്ല. സിനിമ സ്റ്റൈലിലാണ് ചെയ്യുന്നത് ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ തന്നെ മരിക്കും. ഞങ്ങൾക്ക് നീ പാടിച്ച് കിടക്കാൻ പോയി. ഞങ്ങൾക്ക് എന്റെ മക്കളൊക്കെ പെമ്മക്കളാണ്, ഞാൻ വയ്യാത്തവളാണ്. ശക്തമായ അന്വേഷണം നടത്തണേ. എന്റെ പെമ്മക്കൾ 2 പെമ്മക്കൾ, എനിക്ക് ആ മക്കളില്ല. എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. എന്റെ മക്കളാണ് എന്നെ നോക്കണത്. എനിക്ക് ക്യാൻസറാണ്. എന്ന് 2 പിന്നെ കൊണ്ട് എന്റെ കൊച്ചുകളാണ് എന്നെ നോക്കുന്നത്. മുമ്പ് എപ്പോഴും കണ്ട പരിചയമുണ്ടോ? എന്റെ മക്കളെ മുഖം കണ്ടില്ല, അതുകൊണ്ടല്ലേ നല്ല കളറുള്ള ഇതാണ് ഇട്ടിരിക്കുന്നത്. അതേ കണ്ടിട്ടുള്ളൂ, എന്നെ കണ്ടില്ല. അതിന്റെ തലയിരുന്ന് അതിന്റെ കറുപ്പാ വെളുപ്പാന്ന് അറിയാൻ കണ്ടില്ല. കാരണം വെട്ടിയാത്തെങ്കിൽ കഴിച്ചു വെച്ചു. എന്റെ കൊച്ചു പേടിച്ചു പോയി. അതോ എൻ്റെ അമ്മച്ചി വയ്യാത്ത അമ്മച്ചി കടയെ ഒന്നും ചെയ്യല്ലേ. അത് ഞാൻ കഴുത്തിലേക്ക് എന്തായാലും വേണം. അങ്ങനെയാണ് കഴുത്തോടെ എടുത്ത് 6 കണ്ട് കഴുത്തൊന്നും മുറിഞ്ഞില്ല. കൊളുത്ത് ഞങ്ങളെ ഞാൻ എടുത്തിട്ട് പോയിട്ട് വെട്ടിയാത്തി ഒരു ഏറി. എത്ര കാശ് പോയമ്മ? കാശൊന്നും പോയില്ല സാറേ. നമ്മള് കള്ളം പറയണതിന് കാശുണ്ടായിരുന്നു. 2500 രൂപ മോന്റെ. 1 ലക്ഷം രൂപ ആൾക്കാരൊക്കെ 2500 രൂപയും മാലയും. വലിയ മാലയാണ്. വലിയ മാല. വേണ്ട വരി കൂടുതലുണ്ട്. തൂക്കം എല്ലാം ഇവിടെ നിന്ന് മാറ്റിയല്ല പേർച്ചി എന്നുണ്ടെന്ന സാധനമാണ്. ആള് മരണപ്പെട്ടു. എന്റെ ഭർത്താവ് മരിച്ചു. അല്ലെങ്കിൽ വേറെന്തോ? അല്ല, മാലയല്ല. ഇദ്ദേഹം ഇങ്ങനെ 2 മണിക്ക് എണീക്കുമെന്ന് കറക്റ്റ് അറിയാന്നുള്ള ആള്, ഈ വഴി അറിയാന്നുള്ള ആള്, ഈ വഴി അറിയാന്നുള്ള ആള്. അല്ല, പൈസ എടുത്തെന്ന് പറഞ്ഞാൽ ഓടിയത്. അന്ന് പോലീസ് നേരത്തെ വന്നപ്പോ നോക്കിയില്ലായിരുന്നു. അപ്പൊ ഇവൻ പരതനാണ് മേശയൊക്കെ തുറന്ന്. ഞാൻ ഉറങ്ങിയെങ്കിൽ എല്ലാം പോയാനാ. നമ്മളെ വെട്ടി കൊല്ലുകയും ചെയ്യുക. ഇല്ല ഇല്ല ഇല്ല, അവനെ പിടിച്ചില്ല. അതൊന്നും കേട്ടില്ല. മാലയോടെ ഓടി. കൈ കിട്ടിയപ്പോ തന്നെ ചെയ്യാൻ വേണ്ടിട്ട് വന്ന് മാല എടുത്തോണ്ട് പോകുന്നു. അല്ലെങ്കിൽ ഈ മാല മാത്രം ടാർജറ്റ് ചെയ്ത് വരും. അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്ത് വന്ന ഒരു 1 ലക്ഷം രൂപ അവിടെ ഇരുന്ന് അത് അവന്റെ കൈ കിട്ടാത്ത ഭാഗ്യം. കൈ കിട്ടിയില്ലല്ലേ? അല്ല, മോന്റെ അല്ല എന്റെ ഇരുന്ന എനിക്ക് വയ്യാത്തോണ്ട് എപ്പോഴാണ് അസുഖം പറഞ്ഞത് എപ്പോഴും സൂക്ഷിച്ചു വെച്ചായി. അതാണ് എന്റെ കണ്ണ് തുറന്നുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൈസ എടുത്തെന്ന് തന്നെ എന്റെ കയ്യിൽ പറഞ്ഞതുപോലെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. ആരായാലും എന്റെ കൊച്ചുമക്കള് 2 പേരേ ഉള്ളു, വേറെ ആരുമില്ല. ഈ പെമ്മക്കളാണ്. കൊണ്ടുപോകാൻ പാടില്ല. റോബറി, അത് ഭീകര റോബറി. സ്ത്രീകളാണ് ഉപദ്രവിച്ചിരിക്കുന്നത്. ഭീകര റോബറിയാണ് ഇത്. ഇങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇപ്പം അത് നടക്കാറൊന്നുമില്ല. അത് കേട്ടിട്ട് കുറെ കാലമായി. ഈ റോബറി കേട്ട് കുറെ കാലമായി. ക്രമസമാധാനമൊക്കെ കുഴപ്പമില്ലാതെ വരികയായിരുന്നു.
ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് പഞ്ചായത്തിന് വളരെയധികം വിഷമമുള്ള കാര്യമാണ്. ഇനി ഇത്തരത്തിലൊന്നും ആവർത്തിക്കാതിരിക്കാൻ പഞ്ചായത്ത് ശക്തമായി ഇടപെടുമോ? തീർച്ചയായും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഇടപെടലും ഉറപ്പായിട്ടും ഉണ്ടാകും. ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ പഞ്ചായത്ത് തയ്യാറാണ്. സംഭവം നടന്ന വീട്ടിൽ നേരെ ഓപ്പോസിറ്റുള്ള ചേട്ടനാണ്, ഇസ്ലാം ചേട്ടനാണ്. ചേട്ടാ, പിന്നെ ഇത് എപ്പോഴാണ് ചേട്ടൻ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു? സ്ഥലത്തുണ്ടായിരുന്നു. എങ്ങനെയാണ് ചേട്ടൻ അറിഞ്ഞ എങ്ങനെയാണ്? ഞാൻ ഒരു 2:30 മണിയായപ്പോൾ ഫോൺ വിളി ഇപ്പുറത്തെ താത്ത വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നു, ഷാജി കാക്കയെ വെട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി വന്നു. അപ്പോൾ നമ്മൾ അതുവഴി തന്നെയാണ്. ഇവർ 3 പേരുണ്ടായിരുന്നു. 3 പേരും ഓടി രക്ഷപ്പെട്ടു. പിന്നെ പുള്ളിക്കാരൻ്റെ കൈക്ക് വെട്ടേറ്റിട്ടുണ്ടായിരുന്നു, തലയ്ക്ക് വെട്ടേറ്റിട്ടുണ്ടായിരുന്നു. ബോധാവസ്ഥയിലാണ് കിടന്നത്. പിന്നെ കാലിലും വെട്ടിയിട്ടുണ്ട്. അപ്പം അപ്പം ഒരു അറിയുന്ന ഒരാളായിരിക്കണം ഇത് കൃത്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഉമ്മ ഉണ്ടായിരുന്നു, കണ്ണ് കാണാത്ത ഉമ്മ. ആ ഉമ്മ ഇടയ്ക്ക് ഇവിടെയൊക്കെ പുറത്തു വന്നൊക്കെ ഇരിക്കും. അതൊക്കെ വീക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്തിരിക്കുന്നത്. അവരെ കഴുത്തി കിടന്ന മാല പൊട്ടിച്ചുകൊണ്ട് കളഞ്ഞ്. പിന്നെ പുള്ളിയുടെ കയ്യിൽ ഒരു 2500 രൂപ കയ്യിലുണ്ടായിരുന്നു, അതും പിടിച്ചു പറിച്ചുകൊണ്ട് പോയി. അപ്പം പതന വേതനം തന്നെയാണ്. പൈസ ഉണ്ട്, പൈസ പിടിച്ച് പറിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ള ആൾക്കാർ. അങ്ങനെയാണ് സംഭവങ്ങൾ. പൈസ 1 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, പക്ഷേ എടുത്തിട്ടില്ല. മാല പൊട്ടിച്ചോണ്ട് അല്ല, പിന്നെ പ്രാണത്തിൽ അവർ അങ്ങനെ ആയിരിക്കണം സംഭവിച്ചത്. ഉടനെ പോലീസ് എത്തിയോ? ഉടനെ തന്നെ പോലീസ് എത്തി. വിളിച്ച് പറഞ്ഞ ഉടനെ പോലീസ് ഉടനെ തന്നെ എത്തി. കുറച്ചൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഓടി രക്ഷപ്പെട്ടു. താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. താഴെ റോഡാണ്. ഒരു മതിൽ കാടി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് വേണോ പോവാം, അറിയാനും പറ്റത്തില്ല. പിന്നെ 2:30-3 മണിയും ആയി അന്നേരത്തെ ആ സമയത്താണ് സംഭവം നടന്നത്. വളരെ ദാരുണമായ സംഭവം. പിന്നെ ദാരുണമായ സംഭവം ഏരിയയിൽ അതല്ലേ, അതാണ് സംഭവം. പിന്നെ ഈ ഏരിയയിലൊക്കെ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അല്ല, ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇത് കണക്ക് ഒരാളെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. ഒരു പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ പൈസ പറിച്ചുകൊണ്ടൊക്കെ പോവാമല്ലോ. ഇത് ഇത്രയും ഉപദ്രവിക്കുക, വെട്ടിയിരിക്കുകയാണ്. അതാണ് സംഭവം. ഒരു ധാരണയില്ല. അവർ ജാക്കറ്റൊക്കെ കോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഹെൽമെറ്റൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം വെൽ പ്ലാനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വെൽ പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അറിയാൻ പറ്റും. ഒരു വെട്ടോത്തി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. പുള്ളി ബോധം ഇല്ലാതെയാണ് കിടന്നത്. ബോധം പോയി ആ സ്ഥിതിയാണ്. പിന്നെ ഇപ്പം മെഡിക്കൽ കോളേജിലാണ്. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ സർജറിയൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. നിൽക്കുന്നു. ഈ വഴിയാണ് അക്രമികൾ വന്ന വഴി. ഈ വഴിയാണ് CCTV-യിൽ തൽക്കാലം CCTV ലഭിച്ചിട്ടില്ല. അത് പോലീസുകാർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വഴിയാണ് ആ 3 അക്രമികളും കടന്നു വന്നത്. ഒരു പക്ഷേ ഈ റോഡ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ബാക്കി എങ്ങോട്ട് പോയാൽ ഈ മരിച്ചീനി വിളയും കാര്യങ്ങളൊക്കെയാണ്, കപ്പ കൃഷിയാണ്. അവിടെ നിന്ന് ഒരു മതിൽ ചാടിക്കഴിഞ്ഞാൽ ബാക്കിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ ബാക്ക് സൈഡിലെത്തും. ഈ വഴിയൊക്കെ വളരെ കൃത്യമായി അറിയാവുന്ന, വീടിനെപ്പറ്റി അറിയാവുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ 2 മണിക്ക് അദ്ദേഹം ഉറക്കമണിക്കുമെന്ന് അറിയാവുന്ന ഒരാളാണ്, അല്ലെങ്കിൽ 3 പേരാണ് ശരിക്കുന്നതാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. ഏതായാലും നമ്മുടെ ഈ ഭാഗത്തുനിന്നും കേട്ടുകേൾവിക്കുന്ന സംഭവമാണ്. 2 സ്ത്രീകളും ഒരാളും മാത്രമേ ഉള്ളെന്ന് അറിഞ്ഞുകൊണ്ട് വളരെ അസ്ത്രമായിരുന്ന സംഭവമാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ശക്തമായ നടപടി ഉണ്ടാവുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. എക്സ്പീരിയൻസിനോടെ ക്യാമറമാൻ വിമിനൊപ്പം ശ്രീത്തമാരാർ സൈനിങ്.